നമ്മൾക്കെല്ലാവർക്കും ഓരോ ഇഷ്ടദൈവങ്ങൾ കാണും. നമ്മളുടെ ഇഷ്ടദൈവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്, ഓരോ കാസ്റ്റ് ബേസും ഒക്കെ ഓരോരുത്തർക്ക് ഓരോ ദൈവങ്ങൾ കാണും ഇഷ്ടമായിട്ടുള്ളത്. അപ്പം നമ്മുടെ ഇഷ്ടദൈവത്തിന് നമ്മളോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചാരോടൊന്ന് ചോദിച്ചാലോ. എന്ന് പറഞ്ഞാൽ നമ്മൾ പല ആവശ്യങ്ങളും നമ്മളുടെ ഇഷ്ടദൈവങ്ങളോട് പറയാറുണ്ട്, പക്ഷേ ഇഷ്ടദൈവത്തിന് നമ്മളോട് എന്ത് പറയാനുണ്ട് എന്ന് നമ്മളിതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു 3 കാർഡ് സ്പ്രെഡ് എടുത്തിട്ട് നമുക്ക് ടാരോട് ചോദിക്കാം നമ്മുടെ ഇഷ്ടദൈവത്തിന് എന്താണ് നമ്മളോട് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് തന്നെ പ്രെയർ ആണ് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാർഡ് പെൻഡക്കിൾ എന്ന എനർജിയാണ് വന്നിട്ടുള്ളത്. മൂന്നാമത്തെ കാർഡ് 9 ഓഫ് വാണ്ട്സ് എന്ന കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ നിങ്ങളുടെ ഇഷ്ടദൈവത്തിന് കേൾക്കുന്നുണ്ട് എന്നാണ് പുള്ളി പറയുന്നത്. നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ എന്നും പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് അത് വേണം, ഇത് വേണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, ഇങ്ങനെ ആയാൽ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളുടെ ജീവിതത്തിൽ വേണ്ട നല്ല നല്ല കാര്യങ്ങളെല്ലാം നമ്മൾ ഇടതടവില്ലാത്ത ദൈവത്തോട് ചോദിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ദൈവം എല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് അതിൻ്റെ തിരിച്ച് ആൻസറൊന്നും പറയുന്നില്ല. അപ്പോൾ പുള്ളി 4 ഓഫ് വാണ്ട്സിൻ്റെ കാർഡിലൂടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിൻ്റെ പ്രാർത്ഥനകളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷേ ഞാൻ തരേണ്ടത് നിനക്ക് തരൂ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം തൽക്കാലം നീ ചോദിക്കുന്നതെല്ലാം നിനക്ക് തരാൻ പറ്റില്ല, പക്ഷേ കുറച്ചൊക്കെ ഞാൻ തരുന്നുണ്ട്, ബാക്കി നീ എനിക്ക് സമയം അനുവദിക്കൂ, ആ സമയം ആകുമ്പോൾ നിന്നിലേക്ക് ഞാൻ തരാം എന്നാണ് പറയുന്നത്. അതിനൊരു ഡിവൈൻ ടൈമുണ്ട്, ആ ടൈമിലേക്ക് നിനക്ക് ഞാൻ തരാൻ സാധിക്കുകയുള്ളൂ. അത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന ഉടനെ എടുത്തു തന്നാൽ ആ സാധനത്തിനൊരു വാല്യൂ കാണത്തില്ല. അതുകൊണ്ടാണ് ആ ഡിവൈൻ ടൈമിന് വെയിറ്റ് ചെയ്യാൻ പുള്ളി പറയുന്നത്. പിന്നെ പേജ് ഓഫ് പെൻഡക്കിളിൻ്റെ എനർജി, പേജ് ഓഫ് പെൻഡക്കിളിൻ്റെ എനർജിയാണ് വന്നത്. ഇതൊരു യങ്ങർ എനർജിയാണ്. ഇത് പൈസ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു അപ്പം ഇഷ്ടദൈവത്തോട് നിങ്ങളോട് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പണം വേണം, പണം വേണം, പണം വേണം എന്നായിരിക്കും ഇഷ്ടദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പം ഇഷ്ടദൈവം നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് പണം കിട്ടും, പക്ഷേ അതിനൊരു സമയം വരുന്നുണ്ട്, ആ സമയത്ത് നിങ്ങളിലേക്ക് പണം വന്ന് ചേരും എന്നാണ് പറയുന്നത്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡും. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ത്രൂ നിങ്ങളിലേക്ക് പണം വന്നെത്തും എന്നാണ് കാണിക്കുന്നത്. മീൻസ് ആരെങ്കിലും വിളിച്ചു പറയാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇതുപോലെ തരാനുള്ള പൈസ ഞാൻ തരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര രൂപ കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ചിട്ടി കമ്പനികളോ കുറിക്കമ്പനികളോ ബാങ്കോ എന്തെങ്കിലും ആവാം. അപ്പോൾ നിങ്ങൾ ഇഷ്ടദൈവത്തിന് നിങ്ങളോട് പറയണേ നിങ്ങൾ ഇത്രയും നാൾ നിങ്ങൾക്ക് പണമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച ഒരു കാര്യം എനിക്ക് ആ പണം കിട്ടുന്നില്ല, എനിക്ക് വന്നു ചേർന്നില്ല എന്ന കാര്യം നിങ്ങൾക്ക് ഡിവൈൻ ടൈം ആയിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സമയമാവുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി കയ്യിൽ ഈ പണത്തെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് നിശ്ചയമുള്ള കാര്യം, ഇത് വരാനുള്ള പൈസ തന്നെയാണെന്ന് ആ വ്യക്തിക്ക് അറിയാം. എന്ന് പറഞ്ഞാൽ അത് ഡിലേ ആവുന്നതാണ് ആ വ്യക്തി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരും എന്നാണ് ആ വ്യക്തിയോട് നമ്മുടെ ഇഷ്ടദൈവങ്ങൾ പറയാൻ ആശിക്കുന്നത്. അപ്പോൾ ദൈവത്തോട് നമുക്ക് പൈസ കിട്ടണമെന്ന് അങ്ങോട്ട് ചോദിക്കുകയുള്ളൂ. ദൈവം ഏത് രൂപേണയാണ് നമ്മളോട് ഇങ്ങോട്ട് എന്തെങ്കിലും പറയുന്നോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഈ കാർഡിലൂടെ പറഞ്ഞു തരുവാണ് നിൻ്റെ പൈസ നിനക്ക് വരും, നിനക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടും, അതിലൂടെ നിനക്ക് ആ പണം കിട്ടാനുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും വരുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെ 9 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയിലാണ് കാണുന്നത്. എന്തായാലും നീ ഇഷ്ടദൈവം നിങ്ങളോട് പറയുന്നത് നീ എന്തായാലും ആ വാൺസിൽ എങ്ങനെ പിടിച്ചിരിക്കുന്നു അതുമാതിരി നീ എന്നെ പിടിച്ചിരിക്കുകയാണ്. നിന്നിലേക്കുള്ള അനുഗ്രഹങ്ങൾ ഞാൻ ആ സമയാസമയത്ത് നിനക്ക് ചൊരിയുന്നും ഉണ്ട്, പക്ഷേ നിന്നെ പല ആതങ്കങ്ങളിൽ നിന്നും എൻ്റെ ഒരു സഹായമാണ് രക്ഷിച്ചത്. നിന്നെ പല കഷ്ടങ്ങളിൽ നിന്നും ഈ വ്യക്തിയുടെ പുറകിലെല്ലാം ഓരോ വാൺസ് നിരത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള പല സങ്കടഘട്ടങ്ങളിലൂടെ മുന്നോട്ട് ആ വ്യക്തിയെ കൊണ്ടുവന്നത് ഈ ദൈവമാണെന്നാണ് ദൈവം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നീ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നീ ഈ സങ്കടഘട്ടത്തിലൂടെയൊക്കെ നീ എൻ്റെ സഹായത്തോടു കൂടിയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്,
അതുകൊണ്ട് നീ ഒരിക്കലും എന്നെ മറക്കാൻ പാടില്ല. കാരണം നിൻ്റെ ഈ സങ്കടഘട്ടങ്ങളിലൊക്കെ ഞാൻ നിന്നെ രക്ഷിച്ചത് കൊണ്ടാണ് നിനക്ക് മുന്നോട്ട് വരാൻ സാധിച്ചത്. അല്ലാതെ നീ നിൻ്റെ സ്വന്തം വ്യക്തിത്വം കൊണ്ടോ നിൻ്റെ കഷ്ടപ്പാട് കൊണ്ടോ അല്ല നീ വന്നത്. ഞാൻ നിന്നെ പലതും തരണം ചെയ്യാൻ നിന്നിലേക്ക് സഹായം എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഇഷ്ടദൈവം നമുക്ക് കാണിച്ച് തരുന്നത്. പിന്നെ ഓൾ ഓവർ എനർജിയായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തും ഇഷ്ടദൈവമായ ഭഗവാൻ കേൾക്കുന്നുണ്ട്. നമ്മൾ പണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്. ദൈവമേ എൻ്റെ പണം കൊണ്ടുതരണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് പണം ആവശ്യമുണ്ട്, വരണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ ത്രൂ വരാൻ ചാൻസ് ഉണ്ട്. മൂന്നാമത്തേത്, പല ആംഗങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിച്ചതാരാ? നമ്മുടെ ദൈവങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇഷ്ടദൈവം ഒന്നും ചെയ്യുന്നില്ല. എത്ര പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ദൈവം ഒന്നും ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറയുന്നത് ഒരു മീനിങ് ഇല്ലാത്ത കാര്യമാണ്. നമ്മളുടെ ദൈവം തന്നെയാണ് നമ്മളെ എല്ലാ സങ്കടഘട്ടത്തിലും നമ്മളെ രക്ഷിക്കുന്നത് എന്നാണ് ഈ കാർഡുകൾ പറഞ്ഞു തരുന്നത്.